Hello guys, welcome to our channel. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പോർട്സ് ആണ്. ഇന്നത്തെ വീഡിയോ കിഡ്സിൻ്റെ ആണ്. ഇന്ന് പറഞ്ഞ സ്പോർട്സും ആണ്. സ്പോർട്സിൻ്റെ വീഡിയോ ആണ് ഐവുൻ്റെ സ്കൂളിലെ കിഡ്സിയിലെ സ്പോർട്സ് ഡേൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഐബൂസിൻ്റെ സ്കൂളിലെ സ്പോർട്സ് ഡേ ആയിരുന്നു. പ്രീ കെ ജിയിലെ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ കുഞ്ഞു മക്കളുടെ സ്പോർട്സ് ഡേ ആണ്. പ്ലേ സ്കൂൾ, പ്രീ കെ ജി, എൽ കെ ജി ആൻഡ് യു കെ ജി ക്ലാസ്സുകളിലെ കുട്ടികളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കുഞ്ഞുമക്കളെല്ലാവരും വരിവരിയായി നിന്നിട്ടുണ്ട്. ഫ്ലാഗൊക്കെ എടുത്തിട്ട് അവരുടെ മാർച്ച് പാസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. കൂടാതെ അവരുടെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. യോഗ പോസസ്, ഡ്രില്ല്, പിന്നെ സ്പോർട്സിൽ ചെറിയൊരു ഗെയിം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അയനാവരത്ത് ഇൻ്റഗ്രൽ ക്ലബിലായിരുന്നു ഇവരുടെ സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നത്. കാലത്ത് ഒരു 9 o'clock സ്റ്റാർട്ടായിട്ടൊരു 12:30 വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ചെറിയ മക്കളാണ് കേട്ടോ എല്ലാവരും. എത്ര രസകരമായിട്ടാണ് കളിക്കുന്നത് എന്നോ. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാശിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചിലവർ പാരൻസൊക്കെ ഉള്ളത് കൊണ്ട് അവരൊക്കെ കാണുമ്പോഴേ എല്ലാവരും അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, ചെറിയ കുട്ടികളല്ലേ അവർ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കരഞ്ഞുകൊണ്ട് തന്നെ അവർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ക്യാപ്പൊക്കെ വെച്ച് സോക്സൊക്കെ ആയിട്ട് നടക്കുന്നത് കാണാൻ. പിന്നെ സ്കൂളിൻ്റെ ഇതായിട്ട് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക് ആയിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ. അതാണ് ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നത്. ചിലപ്പം മ്യൂസിക് ഇട്ടിട്ട് ചിലപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ചിലപ്പം വന്നേക്കാം. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതൊക്കെ പാരൻസാണ് കേട്ടോ, കുട്ടികളുടെ പാരൻസാണ്. അവരുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ചെയറൊക്കെ നിരത്തിയിട്ട് പാരൻസിന് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വലിയൊരു ഇതാണ്, ഗ്രൗണ്ടാണ്. ICFൻ്റെ ഒരു ഇൻ്റഗ്രൽ ക്ലബ്ബ്, അതായത് പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണിത്. പിന്നെ കുഞ്ഞുമക്കളുടെ യോഗ പോസസ് ആണിത് കാണുന്നത്. ഇത് ക്ലാസ് ബൈ ക്ലാസ് ആയിട്ടാണ് യോഗ പോസസ് നടന്നത്. ഇപ്പോൾ കാണുന്നത് പ്ലേ ക്ലാസ്സിലെ കുട്ടികളുടെ യോഗ പോസസ് ആണ്. അപ്പോൾ എല്ലാം തന്നെ കുഞ്ഞു മക്കളാണ് കേട്ടോ. അവരൊക്കെ കളിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണല്ലേ ചെയ്യുന്നത്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ ക്ലാസ് നിരയായിട്ട് അവരെ നിർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് അവരുടെ കൂടെ ടീച്ചേഴ്സും പിന്നെ കെയർ ടേക്കേഴ്സും എല്ലാവരും ഉണ്ട്. പിന്നെ യോഗ പോസസൊക്കെ ചെയ്യുന്ന സമയത്ത് മാം ഓരോ പോസസിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ കൂടെ മ്യൂസിക്കും കൂടെ വന്നത് കൊണ്ടാണ് ഞാൻ ഒരു വോയിസ് കളഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കാണുന്നത് കുഞ്ഞു മക്കളുടെ ഡ്രില്ലാണ്. അവർ സോങ്ങിൻ്റെ കൂടെ ഡ്രില്ല്, അതായത് ചെറിയൊരു ഡാൻസ് പോലെ ചെയ്യുന്നതാണ്. അതും മ്യൂസിക്കാണ്, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രില്ല് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും മാറ്റ് വെച്ച് അതിൽ നിന്നാണ് കുട്ടികൾ ഡ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കുട്ടികളുടെ സ്പോർട്സിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് കളിച്ചു. ഇനി വരുന്നത് ഐവുൻ്റെ ക്ലാസ്സിലെ
കുട്ടികളുടെ യോഗ പോസസ് ആണ്. ഇത് ഫുൾ പ്രീ കെ ജിയിലെ കുട്ടികളാണ്. ഒരുപാട് കുട്ടികളുണ്ട് അവൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ അവരുടെ കൂടെ തന്നെ കെയർ ടേക്കേഴ്സും പിന്നെ മാമും ഒക്കെ ഉണ്ട്. ഇത് ഐവിൻ്റെ ക്ലാസ്സിലെ മാമാണ് സംഗീത മാം, റൈറ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്നത് ജെമ്മി മാമാണ്. പിന്നെ ലക്ഷ്മി മാമുണ്ട്, പിന്നെ ഉമാ മാമുണ്ട്. ഉമാ മാമാണ് കിഡ്സിയുടെ ഹെഡ്. പിന്നെ കുറേ ആൻറ്റിമാരുണ്ട് അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ. പിന്നെയും കുറേ സ്കൂളിൽ ടീച്ചേഴ്സുണ്ട്. LKG UKG ഒക്കെ ഉള്ളത് കൊണ്ട് ടീച്ചേഴ്സുണ്ട്. പിന്നെ എല്ലാവരുടെയും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവനെ ഹാൻഡിൽ ചെയ്യുന്നവരെ മാത്രമേ എനിക്ക് നന്നായിട്ട് അറിയത്തുള്ളൂ. എല്ലാവരെയും കാണാറുണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്, പക്ഷേ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഐവു സെൻട്രലാണ് കേട്ടോ ഉള്ളത്. ഐവുവിനെ അറിയുന്നവർക്കറിയാം, അവൻ സെൻട്രലാണുള്ളത്. ഇവർക്ക് ഇതിന് സ്പോർട്സിന് മുന്നേ ആയിട്ട് തന്നെ സ്കൂളിൽ നിന്ന് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഡ്രില്ലിൻ്റെയും യോഗ പോസസിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് യോഗ പോസസ് ഇവർ ക്ലാസ്സിൽ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേരൊക്കെ പതുക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാവരും കുഞ്ഞുമക്കൾ തന്നെയല്ലേ, അവർ അവരുടേതായ രീതിയിൽ മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവന് നല്ല ഇൻട്രസ്റ്റ് ആണ് ഈ യോഗ പോസസും ഈ സ്കൂളിൽ നിന്ന് ഡ്രില്ലൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അവന് ഇഷ്ടമാണ്. മാർച്ച് പാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ അവൻ വീട്ടിൽ വന്നാലും ഈ യോഗ പോസസൊക്കെ ചെയ്ത് കാണിച്ചു തരാറുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നിന്നിട്ട് മാം ഇവർ ചെയ്യുന്ന ഓരോ യോഗ പോസസിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മ്യൂസിക്കും വരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കണേ. ഞങ്ങളുടെ ചാനൽ എടുത്തു നോക്കിയാൽ അറിയാം, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും കഴിയുന്നത് പോലെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോസ് പെൻഡിങ്ങിലുണ്ട്. എന്താ വെച്ചാൽ എഡിറ്റിങ്ങിനിരിക്കാൻ ടൈമില്ല, ഇരിക്കുമ്പോഴേക്ക് എന്തെങ്കിലും ആയിട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് വൈകുന്നത്. ഇനിയിപ്പം ഇവരുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പോഴും വീഡിയോസ് മാക്സിമം എടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സ്കൂളിലെ മാമാണ്. മാമും അതിൻ്റെ കൂടെ തന്നെ കെയർ ടേക്കേഴ്സും ഉണ്ട്. അവർക്ക് എല്ലാവരെയും നല്ലപോലെ ഇഷ്ടമാണ് കേട്ടോ. കെയർ ടേക്കേഴ്സ് ആയാലും മാം ആയാലും ഒത്തിരി ഇഷ്ടമാണ് ഇവനൊക്കെ. പിന്നെ എൻ്റെ ചാനൽ ഏകദേശം ഒരു 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പേര് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഐവുൻ്റെ യോഗ പോസസൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ ഡ്രില്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ യോഗ പോസസ് കഴിഞ്ഞപ്പോഴേ കുട്ടികളെല്ലാം ഓടിപ്പോകാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും വീണ്ടും അറേഞ്ച് ചെയ്ത് നിർത്തി. അപ്പോൾ ഡ്രില്ലിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല ഗ്ലിറ്ററിങ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുള്ള ആവേശത്തിലാണ് എല്ലാവരും. എന്താ പറയുക, നല്ല ഫാസ്റ്റായിട്ട് 2 കൈയും കൂടെ പൊക്കിട്ടോ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സോങ് വച്ചിട്ടുള്ള ഡ്രില്ലാണിത്. അപ്പോൾ മ്യൂസിക്കോട് കൂടിയുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതും മ്യൂസിക് കളഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുഞ്ഞുമക്കളായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേർക്ക് കണ്ടില്ല, പിന്നീടാണ് വീഡിയോയിലാണ് ഫോക്കസിങ് കൊടുത്തത്. അപ്പോൾ അതിന് ശേഷമാണ് വീഡിയോയിൽ ഇപ്പോഴാണ് നന്നായിട്ട് കാണുന്നത്. മാമിനൊപ്പം തന്നെ എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു.
നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രിൽ പെർഫോമൻസ്. എല്ലാ ക്ലാസ്സിനും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ക്ലാസ് ബൈ ക്ലാസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പ്ലേ സ്കൂള്, പ്രീ കെ ജി, LKG, UKG അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്ന് പറയണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ ബാക്കിയുള്ള വിശേഷങ്ങളും കൂടെ നമുക്ക് ഇതിലൂടെ കാണാം. പിന്നെ UKG ക്ലാസ്സിലെ കുട്ടികളുടെ ഡ്രില്ലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഗെയിം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് കുട്ടികളുടെ ചെയറിനടിയിൽ കൂടെ പോയിട്ട് കാലും നമ്മുടെ കൈയും കുത്തിയിട്ട് കൗ പോസസ് പോലെ പോയിട്ട് അവിടെ എൻഡിൽ കളേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. കളേഴ്സുള്ള ഗ്ലാസ് അത് കറക്റ്റായിട്ട് വയ്ക്കുക. അതായിരുന്നു ഒരു ചെറിയ ഗെയിം. എല്ലാവർക്കും കോമൺ ആയിട്ട് ഇത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. International years of Silambam experience. I think we can get a lot of inputs from him today, right? Because Silambam rarely free of us know the impact it creates with the kids we don't know. So he is going to share his experience with us. And I'm happy to say that he has performed 50 and 100 hours of Noble Silambam World Record events in 2024. So that shows his power and the way he brings out the Silambam. Thank you, sir. So I now request our chief guest to say a few words.
inviting me. Once again, thank you, and our Baby Shop, Nandar Sir. So thank you for the opportunity. So ரொம்ப சந்தோஷமா இருக்கு. ஸோ இந்த குழந்தைங்க பார்க்கறதுக்கு என்ன எழுத்துள்ளார்கள் அந்த வகையில் இந்த நிகழ்ச்சி நடத்தப்பட்டிருக்க வேண்டிய அனைத்திற்கும் பங்கேற்றிருக்கும் என்பது நன்றி. ஆக்சுவலாக நிறைய பேர் குழந்தைங்க சிலம்பு நம்ம என்ன பேசுகிறோம்னு சொல்லி யோசிச்சுட்டே வந்துருந்தோம். எல்லாம் சின்ன குழந்தைங்களா இருப்பாங்களே. ஸோ எல்லா பேரண்ட்ஸ் இருக்காங்க, மோர் தென் ஒரு 200க்கு மேலே பேரண்ட்ஸ் இருக்காங்க. ரொம்ப சந்தோஷமா இருக்கு. ஸோ எல்லா குழந்தைங்களுக்கு முதல் டீச்சர் ஃபர்ஸ்ட் டீச்சர்ஸ் தன்னோட தாயாக தான் இருக்கும். ஸோ அந்த வகையில் எங்களது அனைத்து தாய்மாருக்கும் எங்களது நெஞ்சார்ந்த நன்றிகள். இந்த சிலம்பத்தை பற்றி தான் பேச சொல்லியிருக்காங்க. ஸோ அந்த வகையில் இந்த குழந்தைங்களுக்கு நம்ம என்ன சொல்ல போகிறோன்ற குழந்தைங்களுக்கு புரியாது. அநேகமாக உங்களுக்கு பெற்றோருக்கு புரியறதுக்கான வாய்ப்புகள் இருக்குது. சிலம்பம்ன்றது மூத்த கலை முதற்கலைன்னு சொல்லுவாங்க. ஸோ அனைத்து கலைக்கும் தாய்க்கலை சிலம்பக்கலை. எல்லா கலைக்கும் முதல் கலை எதுன்னா சிலம்பம் தான். ஸோ வேற எதுவுமே கிடையாது. நீங்கள் பல விதமான ஓலச்சுவடுகளாகட்டும் பல பிரகாரங்களாகட்டும் குறைஞ்சபட்சம் ஒரு 5000 வருஷத்துக்கு முன்னாடி நம்ம சிலம்பம், அதாவது தடின்னு சொல்லுவாங்க, மூதாதையர் காலத்திலேருந்து நம்ம பயன்படுத்தக்கூடிய ஒரு ஆயுதம் தடி தான், கம்பு. சிலம்பன்ற பொதுவான வார்த்தை. இப்போ சலங்கைன்ற காலப்போக்கில் உருமானது தான் சிலம்பம். Participant as world record event. So he is collecting the world record participation medal and certificates today. Kaya, Satvik, Shruti Priya, Prexita, Shivalika. Swimming competition. இங்க பாருங்க, இங்க பாருங்க. Rivansh, then Ailesh. Ailesh has won second prize. പിന്നെ അറ്റ് ലാസ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചത്ര വീഡിയോസേ എടുത്തുള്ളൂ. പ്രൈസ് പിന്നെ മോൻ്റെ കഴിഞ്ഞപാടും ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.